ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ഏറ്റവും കൂടുതൽ കൃഷിയുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് പാലക്കാട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ നെല്ലറ എന്ന് പറയുന്ന ഒരു പാലക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷിയും കാർഷിക വൃത്തിയോടനുബന്ധിച്ചിട്ടുള്ള കാളകൂട്ട് മത്സരങ്ങൾ ഒക്കെ ഒരുപാട് നടക്കുന്ന ഒരു സ്ഥലമാണ് പാലക്കാട്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു പ്രതീകമായിട്ട് വെച്ചിരിക്കുന്ന ഒന്നാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു 3 വർഷം മുമ്പും ഈ ഒരു ഹെറിറ്റേജ് മ്യൂസിയത്തിനെ പറ്റിയുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് എന്തെല്ലാം പുരോഗതികളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. നമ്മൾ 3 വർഷം മുൻപ് വരുമ്പോൾ ഇത്തരത്തിലുള്ള സ്ക്രീൻ പ്ലേ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. കാരണം അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയൊന്നും അന്നുണ്ടായിരുന്നില്ല. കുറച്ച് വാദ്യോപകരണങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇതാ പാലക്കാടിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൻ്റെ മൊത്തം തനതായിട്ടുള്ള കലകൾ ഇവിടെ ഇപ്പോൾ സ്ക്രീൻ പ്ലേയിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതേമാതിരി തന്നെ കേരളത്തിൻ്റെ ഇല്ലെങ്കിൽ പാലക്കാടിലെ ആ കൃഷിയുടെയും മറ്റുള്ള കാഴ്ചകളും. ദഫ് മുട്ടൊന്നും പാലക്കാടിൻ്റെ മാത്രം സ്വന്തമാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ തനതായ കലകൾ എന്ന് വിശേഷിപ്പിക്കാം. ഇവിടെ ഇത് ഉടുക്ക് കൊട്ടിയിട്ടുള്ള ഒരു പാട്ട്, ഇതെല്ലാം നമ്മൾക്ക് കാണിക്കുന്നത് ഈ പ്രൊജക്ടറും മറ്റും വെച്ചിട്ടാണ്. അപ്പോൾ ഈ പ്രൊജക്ടറും മറ്റും അന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഇതൊന്നും പ്രവർത്തനക്ഷമമായിരുന്നില്ല അന്ന്. ഇന്നിതാ ഈ 3 വർഷം കഴിയുമ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പുരോഗതികൾ. ഇനി നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഒരു പടിപ്പുരയാണ്. ആ പടിപ്പുര കടന്ന് നമ്മൾ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചുവരിൽ മുഴുവൻ പലതരം ചിത്രങ്ങളാണ്. ഇതെല്ലാം ഓരോ വാദ്യോപകരണങ്ങൾ: ഇടയ്ക്ക, തിമില, മദ്ദളം, കൊമ്പ്, ഇലത്താളം. പഞ്ചവാദ്യമൊന്നും നമുക്ക് ഒരിക്കലും പാലക്കാടിൻ്റെ എന്ന് പറഞ്ഞ് അവകാശപ്പെടാൻ പറ്റില്ല. ഇതെല്ലാം കേരളത്തിൻ്റെ തനതായ കലകളിൽ വരുന്നതാണ്. അപ്പോൾ പഞ്ചവാദ്യത്തിൻ്റെ ആ ഒരു ഉപകരണങ്ങളെല്ലാമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ വാദ്യോപകരണങ്ങൾ പ്രദർശിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ എല്ലാം ഒരു വിവരണം അത് ആ ചുമരിലെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എന്താണ് അതിൻ്റെ പ്രാധാന്യം, ഇതെല്ലാം എപ്പോഴാണ് ഉദ്ഭവിച്ചത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും ചുമരിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചവാദ്യം എന്ന കലയിൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ആ ഒരു ചിത്രങ്ങൾ എല്ലാം തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് വഴിയെ കാണാം. 3 വർഷത്തിന് ഇപ്പുറം ചില ചെറിയ വ്യത്യാസങ്ങൾ ഇവിടെ വന്നിട്ട് ഉണ്ട് എങ്കിലും ഒരു കാര്യത്തിൽ മാത്രം സമാനത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നും ഞാൻ തനിച്ചായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്നും ഞാൻ തനിച്ചാണ്. അധികമാരും ഈ സ്ഥലമൊന്നും കാണാൻ വരുന്നില്ല എന്ന് വേണം കരുതാൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റും പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ, ഇല്ലെങ്കിൽ അവർക്ക് കാണേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എങ്കിലും ആരും തന്നെ ഈ ഒരു സ്ഥലമൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ആകരുത്. നിങ്ങളും ഇവിടെ വന്ന് സന്ദർശിക്കുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനും അറിയാനുമൊക്കെ ഉണ്ട്. ഒരു 4 കെട്ടിൻ്റെ ഉള്ളിൽ ചാരുകസേരയിൽ ഇരുന്ന് പടിപ്പരയിലൂടെ വെളിയിലേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ച പോലെ ഈ കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിറയെ പാടങ്ങളും തെങ്ങും എല്ലാം ഉള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ച. നമ്മൾ ഇതിനുള്ളിൽ ചുറ്റിക്കറങ്ങുമ്പോഴും നമ്മൾക്ക് മൊത്തത്തിൽ ഒരു നാടൻ പാട്ടിൻ്റെയും കൊയ്ത്തുത്സവങ്ങളുടെ ആ കൊയ്ത്തുപാട്ടുകളുടെയും ഒക്കെ ശീലുകളാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഇതാ ഇവിടെ നമ്മളുടെ ഷൊർണൂർ റെയിൽവേ ജംഗ്ഷൻ്റെ ഒരു മാതൃക ഒരു ചിത്രം. അതേപോലെ തന്നെ അടുത്ത് കൽപ്പാത്തി ഗ്രാമമെന്നോ ഇല്ലെങ്കിൽ പാലക്കാടൻ അഗ്രഹാരങ്ങളുടെ ഒരു നേർചിത്രം, ഇതെല്ലാം ഉണ്ട്. ഇവിടെ നമ്മൾക്ക് പിന്നെയും മറ്റു ചില വാദ്യോപകരണങ്ങളാണ് കാണാൻ കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുള്ളൽ, അതേമാതിരി തന്നെ നമ്മളുടെ കളംപാട്ട്, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. നവരസങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ചെറു വിവരണം ആ നവരസങ്ങളുടെ ചിത്രത്തിനോടൊപ്പം തന്നെ അതിനടുത്തായി തന്നെ എഴുതി ചേർത്തിരിക്കുന്നു. പണ്ടുകാലത്തെ വീണയും അതേമാതിരി ഹാർമോണിയം ഇവയെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഹാർമോണിയപ്പെട്ടിയൊന്നും ഇപ്പോൾ കാണാൻ കിട്ടുന്നില്ല അധികവും. സംഗീത വിദ്യാർത്ഥികൾക്കും അതേപോലെ ചരിത്രം പഠിക്കുന്നവർക്കും മറ്റുള്ള വിദ്യാർത്ഥികൾക്കുമെല്ലാം ഒരുപാട് ഉപകാരങ്ങൾ ഈ ഇവിടെ ഒരു സന്ദർശനം കൊണ്ട് കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്തരം
ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഹെറിറ്റേജ് മ്യൂസിയങ്ങൾ എല്ലാ ജില്ലകളിലും ഉണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. അതാത് ജില്ലകളിലെ ആ ഒരു തനത് കലകളും പിന്നെ പൊതുവായിട്ട് ഇത്തരം മ്യൂസിക്കൽ ഉപകരണങ്ങൾ, സംഗീത വാദ്യോപകരണങ്ങളുടെ പ്രദർശനവും എല്ലാ ജില്ലകളിലും ഉണ്ട് എന്ന് തോന്നുന്നു. ചെണ്ടയിലും പലവിധ ചെണ്ടകളുണ്ട് എന്നുള്ളത് നമ്മൾക്ക് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. ഇതാ മുറിച്ചെണ്ട എന്നാണ് ഇതിന് പറയുന്നത്. ഉരുട്ട് ചെണ്ട, അങ്ങനെ ഒരുപാട് ഇതായി ഉരുട്ട് ചെണ്ട. പുള്ളുവൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചില വാദ്യോപകരണങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. പുള്ളുവൻ വീണ, പുള്ളുവൻ കുടം, അങ്ങനെ ഒരുപാട് വാദ്യോപകരണങ്ങൾ. അടുത്ത് തന്നെ ഓട്ടൻതുള്ളലും ചാക്യാർ കൂത്തുമൊക്കെയായി ബന്ധമുള്ള മിഴാവ് എന്നുള്ള ഒരു വാദ്യോപകരണം. നന്ദുണി എന്നുള്ള ഉപകരണവും നമ്മളുടെ സർപ്പപ്പാട്ടുകളിലും കളംപാട്ടുകളിലും എല്ലാം സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ്. വീണയോട് ഏറെ സാദൃശ്യമുള്ള, എന്നാൽ കേരളത്തിൻ്റെ ഗിത്താർ എന്നറിയപ്പെടുന്ന ഒരു ഉപകരണം. നൽധുനി എന്നും നന്ദുർണി എന്നുമെല്ലാം പേരുള്ള ഈ ഒരു ഉപകരണം നംധ്വനി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ ഒരു നന്ദുണി എന്നുള്ള വാക്ക് ഉദ്ഭവിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ പണ്ട് ശിവതാണ്ഡവമാടുന്ന സമയത്ത് നാരദനാണ് ഈ വാദ്യോപകരണം ആദ്യമായി വായിച്ചതും ആദ്യമായി അവതരിപ്പിച്ചതും എന്നാണ് പറയപ്പെടുന്നത്. ഒരേ സമയം കൊട്ടാനും മീട്ടാനും കഴിയും നന്ദുണി കൊണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ ഇതാ ചിലങ്ക, കുറുങ്കുഴൽ എന്നുള്ള ഒരു ഉപകരണം. തീയാട്ട് എന്ന കലാരൂപത്തിൻ്റെ ഒരു ചിത്രം ഇവിടെ വരച്ചു വച്ചിരിക്കുന്നു. ഈ കലാരൂപങ്ങളുടെ എല്ലാം ചിത്രങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ എല്ലാം വിവരണങ്ങൾ നിങ്ങൾക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. എല്ലാം ചുമരിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാം. ഗോത്രവർഗക്കാരും ആദിവാസികളും എല്ലാം ഉപയോഗിക്കുന്ന ചില വാദ്യോപകരണങ്ങളുടെ പ്രദർശനമാണ് ഈ ഒരു ഹാളിൽ വെച്ചിട്ടുള്ളത്. ഇവിടെ മുൻപ് വന്നപ്പോൾ ഒരു കാടിൻ്റെ പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ശബ്ദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കേൾക്കുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല. ഓരോ ഉപകരണങ്ങളും അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നെല്ലാം തന്നെ ഉള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് അവിടെ വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. അതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കാം, ഇതെല്ലാം പഠിക്കാം. എന്തായാലും ഞാൻ ഇത്തവണ പോയത് എൻ്റെ വൈഫിനെയും കൂട്ടിയാണ്. അപ്പോൾ അവരൊരു ടീച്ചറായതുകൊണ്ട് തന്നെ, അതും പ്രത്യേകിച്ച് അവരൊരു മലയാളം ടീച്ചറായതുകൊണ്ട് തന്നെ അവർക്ക് വളരെയേറെ കൗതുകം തോന്നി ഇത്തരം കാഴ്ചകൾ. അതുകൊണ്ട് തന്നെ അവർ എല്ലാത്തിൻ്റെയും ചിത്രങ്ങളും മറ്റും വളരെ കൗതുകത്തോടു കൂടി തന്നെ പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ കുട്ടികളുമായിട്ട് അത് പങ്കുവെക്കാനാണ് എന്നാണ് പറഞ്ഞത്. ഒരു ഹാളിൽ നിന്നും മറ്റൊരു ഹാളിലേക്ക് നമ്മൾ പോകുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ളതും കൗതുകകരമായിട്ടുള്ള മറ്റുള്ള കാഴ്ചകളാണ് നമ്മളെ വരവേൽക്കുന്നത്. ഇവിടെ ഇതാ വേറെയും ചില കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. കാളപൂട്ട് മത്സരങ്ങൾ ഒരുപാട് നടക്കുന്ന സ്ഥലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ കാളപ്പൂട്ട് മത്സരത്തിൻ്റെ ആ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു നേർക്കാഴ്ച. പാലക്കാടിൻ്റെ മാത്രം സ്വന്തമായിട്ടുള്ള പൊറോട്ടം കളിയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട്ടുകാർക്ക് നമ്മളുടെ കാളപൂട്ട് മത്സരം പോലെ പ്രാധാന്യമുള്ള കൊയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പൊറോട്ടം കളി എന്ന് പറയുന്നത്. അപ്പോൾ പൊറോട്ടം കളിയുടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു ഇതാണ് പുറമനും പുറത്തേടിയും ഒരു രൂപമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് നമ്മളുടെ ഇവിടെ നമുക്ക് ടി വിയിലും അത് പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട് എന്താണ് പൊറോട്ടം കളി എന്നുള്ളത്. ആ മൂന്ന് തരത്തിലുള്ള കൂടിയാട്ടം, പറയന്തുള്ളു, ശീതങ്കന്തുള്ളു. അത് പൊറോട്ടം കളിയുടെ ഇതാണ് അതിൽ കാണിക്കുന്നത്. ഇവിടെ ഓട്ടം തുള്ളൽ, ഇത് പ്ലേ ആവില്ലേ, സ്റ്റക്കായിരിക്കും അല്ലേ. അപ്പോൾ ഓട്ടം തുള്ളൽ മൂന്നും നമ്മൾ നേരത്തെ നമ്മുടെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ, പിന്നെ ഓട്ടം തുള്ളൽ.
അങ്ങനെ 3 തരത്തിലുള്ള തുള്ളലാണ്. ഫ്രണ്ട്സ്, 3 വർഷങ്ങൾക്ക് ശേഷം ഉള്ള വേറൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 3 വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മളുടെ കൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് എന്ന് പറയുന്നത് മിൽട്ടൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ഷിബുവാണ് നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. കച്ചേരിയും മറ്റും നടത്തുന്ന ഒരു സ്റ്റേജിൻ്റെ മാതൃക ഇവിടെ വെച്ചിരിക്കുന്നു. അതിൻ്റെ മുകളിലായി തന്നെ കച്ചേരിയെല്ലാം അവതരിപ്പിക്കുന്ന ഒരു TV പ്ലേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു, അതേപോലെ നേരത്തെ എൻ്റെ വീഡിയോയിലും എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് സംഗീതം അഭ്യസിക്കുന്നവർ, അതേമാതിരി ചരിത്രം പഠിക്കുന്നവർ, അതേമാതിരി ഈ വിഷയങ്ങളിലെല്ലാം PhD എടുക്കാൻ താല്പര്യമുള്ളവർ, PhDക്ക് ശ്രമിക്കുന്നവർ, അവർക്കെല്ലാം തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ഇതാ നമ്മളുടെ പ്രഗത്ഭമായിട്ടുള്ള വാദ്യകലകളിൽ പഞ്ചവാദ്യം, അതേമാതിരി ചെണ്ടമേളം, ഈ ഒരു കലകളിലെല്ലാം പ്രാവീണ്യമുള്ള ആളുകളുടെ ഫോട്ടോകളാണ്, ഇല്ലെങ്കിൽ അവരുടെ ചിത്രങ്ങളാണ് ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ പണ്ട് പോകുമ്പോഴും ഇപ്പോൾ പോയപ്പോഴും ഇവിടെ ഫീസൊന്നുമില്ല, എൻട്രി ഫീ ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇനി അടുത്ത് തന്നെ അത് വരാൻ പോകുന്നു. ടിക്കറ്റിൻ്റെ ചാർജ് അതെപ്പോൾ വരുന്നു, അതിൻ്റെ ഉള്ള സമയമെല്ലാം അലോട്ട് ചെയ്ത് അതെല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇനി ഏത് സമയം വേണമെങ്കിലും ഇത് എൻട്രി ഫീ എല്ലാം വെച്ചായിരിക്കും നടത്തുക. ഇതുവരയ്ക്കും ഫ്രീ ആണ്. ഇനിയും കുറച്ച് ദിവസം കൂടെ ഇത് ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും. ഇവിടെ എൻട്രി ഫീസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തുകൊണ്ടോ ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല. ഇനി ഫീസെല്ലാം വെച്ച് പ്രദർശനമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ വന്ന് ചേരുമെന്നാണ്. ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ ആർക്കും ഒന്നും വേണ്ട. കാരണം അവർ വിചാരിക്കുന്നത് ഫ്രീ ആയിട്ടല്ലേ, ഒന്നും ഉണ്ടാകില്ല കാണാൻ എന്നെല്ലാം ആയിരിക്കാം ധാരണ. പക്ഷേ ഇവിടെ ഒരുപാട് സംഗതികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതുകൊണ്ട് എൻ്റെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ സ്കൂൾ അധ്യാപകർ പ്രത്യേകിച്ചും പ്രധാന അധ്യാപകർ ഈ ഒരു വീഡിയോ കാണുകയാണ് എന്നുണ്ടെങ്കിൽ തങ്ങളുടെ കുട്ടികളെ, തങ്ങളുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഒരു ദിവസത്തേക്കെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളിലെല്ലാം കൊണ്ടുവന്ന് ഈ ഒരു കാഴ്ചകൾ അവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും തന്നെ ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ ഇത്തരം സംഭവങ്ങളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് മറ്റുള്ളവരെ കൂടെ അറിയിപ്പിക്കാൻ വേണ്ടി അവർക്കും കൂടെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ, എൻജോയ്.